ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ക്രോസ് ഡാൽഡോൾ കണ്ടൻസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ആൽഡോൾ കണ്ടൻസേഷൻ എന്ന് പറഞ്ഞു. അവിടെ നമ്മൾ പഠിച്ചത് എന്താണ്, രണ്ട് ആൽഡിഹൈഡ്സ്, സിമിലർ ആയിട്ടുള്ള ആൽഡിഹൈഡ്സ്, അതല്ല എങ്കിൽ സിമിലർ ആയിട്ടുള്ള കീറ്റോൺസ് വിച്ച് ഹാവ് ആൽഫ ഹൈഡ്രജൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുകയാണ്, കണ്ടൻസ് ചെയ്തതിന് ശേഷം നമുക്കൊരു ബീറ്റ ഹൈഡ്രോക്സി ആൽഡിഹൈഡ്, അതല്ല എങ്കിൽ ബീറ്റ ഹൈഡ്രോക്സി കീറ്റോൺ കിട്ടുന്നു. ഫർദർ അത് നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഡീഹൈഡ്രേഷൻ നടന്നതിന് ശേഷം ഒരു ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ട് ഫോം ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞു. സോ ഈ ക്രോസ് ഡാൽഡോൾ കണ്ടൻസേഷൻ എന്ന് പറയുന്നത് ടു ഡിഫറൻ്റ് ആയിട്ടുള്ള ആൽഡിഹൈഡ്സ്, അതല്ല എങ്കിൽ ടു ഡിഫറൻ്റ് ആയിട്ടുള്ള കീറ്റോൺസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, റിയാക്ട് ചെയ്തിട്ട് നമുക്ക് പ്രോഡക്റ്റ് കിട്ടുന്നത്. ടു ഡിഫറൻ്റ് ആയിട്ടുള്ള ആൽഡിഹൈഡ്സ്, അതല്ല എങ്കിൽ കീറ്റോൺസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഇവിടെ റിയാക്ട് ചെയ്യുന്നത്. സോ നമുക്ക് പറയാം, നമ്മൾ ഈ എടുക്കുന്ന ആൽഡിഹൈഡ്സ്, അതല്ല എങ്കിൽ കീറ്റോൺസ് എന്ന് പറയുന്നത് രണ്ട് റിയേജൻറ്റ് നമ്മൾ എടുക്കുമല്ലോ. ആ രണ്ടെണ്ണത്തിനും എന്താണ് ആൽഫ ഹൈഡ്രജൻ ഉണ്ട് എങ്കിൽ നമുക്ക് മിക്സ്ചർ ഓഫ് പ്രോഡക്ട്സ് ആയിരിക്കും കിട്ടുന്നത്. അതേസമയം നമുക്ക് എടുക്കുന്ന രണ്ട് ടൈപ്സ് ഓഫ് ആൽഡിഹൈഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിലിപ്പോൾ ഒരു ആൽഡിഹൈഡിന് മാത്രമാണ് ആൽഫ ഹൈഡ്രജൻ ഉള്ളത് എങ്കിൽ നമുക്ക് പ്രിഡോമിനേറ്റ് ചെയ്ത് ഒരു പ്രോഡക്റ്റ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ അല്ലേ? സോ ഇപ്പോൾ നമ്മളിവിടെ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് എന്താണ്, രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള ആൽഡിഹൈഡ്സ് വെച്ചിട്ടുള്ള ക്രോസ് ഡാൽഡോൾ കണ്ടൻസേഷനാണ്. അതിൻ്റെ മെക്കാനിസം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ആൽഫ ഹൈഡ്രജൻ ഉള്ള ആൽഡിഹൈഡും അതുപോലെ തന്നെ ഒരു ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത ആൽഡിഹൈഡുമാണ് എടുത്തിരിക്കുന്നത്, ഇവിടുത്തെ റിയാക്ഷന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. സോ ഇതിൻ്റെ പേരെന്താണ്, ഇതിനെ നമുക്ക് ഫോർമാൽഡിഹൈഡ് അല്ല എങ്കിൽ ഫോർമാൽഡിഹൈഡ് ഓർ ഇതിനെന്തെന്ന് പറയാം, മെത്തനാൽ എന്നാണ് ഈ ഒരു ആൽഡിഹൈഡിൻ്റെ പേര്. അതുപോലെ തന്നെ അസറ്റാൽഡിഹൈഡ്, അതല്ല എങ്കിൽ എത്തനാൽ എന്ന് പറയുന്ന ആൽഡിഹൈഡും കൂടിയിട്ടാണ് എടുക്കുന്നത്. CH3 ഡബിൾ ബോണ്ട് OH. സോ ഇതാണ് ഏതെന്ന് പറയുന്നത്, അസറ്റാൽഡിഹൈഡ്, അതല്ല എങ്കിൽ എത്തനാൽ എന്ന് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ ഈ ഒരു എത്തനാലിൽ മാത്രമേ എന്ത് പ്രസൻ്റ് ആയിട്ടുള്ളൂ, ആൽഫ ഹൈഡ്രജൻ പ്രസൻ്റ് ആയിട്ടുള്ളൂ. ഇവിടെ എന്തില്ല, ആൽഫ ഹൈഡ്രജൻ ഇല്ല. ഇത് ആൽഫ ഹൈഡ്രജൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച് ചെയ്ത് വരുന്ന കാർബണിന് ആൽഫ കാർബൺ എന്ന് പറയും. ആ ആൽഫ കാർബണിൽ അറ്റാച്ച് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ ആൽഫ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഇതുമായിട്ട് ഈ കാർബണുമായിട്ട് ഒരു കാർബൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ കാർബണിന് അറ്റാച്ച് ചെയ്തിട്ടാണ് ഈ ഹൈഡ്രജൻ. സോ ഇത് ആൽഫ ഹൈഡ്രജൻ ആണ്. പക്ഷേ ഇത് ഡയറക്റ്റ് ആയിട്ടാണ് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സോ ഇതെന്തല്ല, ആൽഫ ഹൈഡ്രജൻ അല്ല. സോ ഈ രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള ആൽഡിഹൈഡ്സ് വെച്ചിട്ടാണ് നമ്മളിവിടെ മെക്കാനിസം ചെയ്യാനായിട്ട് പോകുന്നത്, റിയാക്ഷൻ ചെയ്യാനായിട്ട് പോകുന്നത്. സോ അതിൻ്റെ മെക്കാനിസം എന്താണെന്ന് നോക്കാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് ന്യൂക്ലിയോഫൈലാണ്. നമ്മൾ ആൽഡിഹൈഡ്സിൻ്റെ എന്താണ് ആൽഡോൾ കണ്ടൻസേഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ന്യൂക്ലിയോഫൈലിൻ്റെ ഫോർമേഷനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ആദ്യം നമ്മൾ എന്താണ് എടുക്കുന്നത്, അസറ്റാൽഡിഹൈഡ്, അതല്ല എങ്കിൽ എത്തനാൽ എടുക്കുവാണ്. CH2H C double bond OH. So this is the structure of അസറ്റാൽഡിഹൈഡ് ഓർ എത്തനാൽ. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ എന്താണ് അവിടെ എടുത്തതുപോലെ തന്നെ ഡൈല്യൂട്ട് സോഡിയം ഹൈഡ്രോക്സൈഡോ അതല്ല എങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡോ ഒക്കെ നമുക്ക് ഇവിടെ റിയേജൻ്റായിട്ട് യൂസ് ചെയ്യാം. സോ ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് വാട്ടർ പ്രസൻ്റ് ആണ്, H+ ആൻഡ് OH- എന്ന് പറഞ്ഞിട്ട് വാട്ടറിന് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ആൽഡോൾ കണ്ടൻസേഷനിൽ പറഞ്ഞ പോലെ തന്നെയാണ് എന്താണ് ഇവിടെ ബോണ്ട് ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് കാർബണിലോട്ട് ഷിഫ്റ്റ് ആവുന്നു. സോ കാർബണിന് നെഗറ്റീവ് ചാർജ് കിട്ടുന്നു, അറ്റ് ദ സെയിം ടൈം ഹൈഡ്രജന് പോസിറ്റീവ് ചാർജ് കിട്ടുന്നു. ഈ പോസിറ്റീവ് ചാർജിലേക്ക് OH- എന്ന് പറയുന്നത് കമ്പൈൻ ചെയ്തതിന് ശേഷം നമ്മുടെ ഹൈഡ്രജനെ അബ്സ്ട്രാക്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. സോ നമുക്കിവിടെ ഒരു ന്യൂക്ലിയോഫൈൽ കിട്ടുന്നുണ്ട്, CH2- C ഡബിൾ ബോണ്ട് OH. ദിസ് ഈസ് അവർ ന്യൂക്ലിയോഫൈൽ ആൻഡ് എന്ത് ഫോം ചെയ്യുകയാണ്, ഒരു വാട്ടർ ഫോം ചെയ്യുവാണ്, വാട്ടർ മോളിക്യൂൾ ഫോം ചെയ്തു. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്നത് നമ്മുടെ റിയേജൻറ്റിനെ വന്ന് അറ്റാക്ക് ചെയ്യുവാണ് ചെയ്യുന്നത്. അറ്റാക്ക് ഓഫ് ന്യൂക്ലിയോഫൈൽ ഓൺ റിയേജൻറ്റ്, C ഡബിൾ ബോണ്ട് OH. ഇത് തന്നെയല്ലേ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. സോ ഇതിൻ്റെ കൂടെ നമുക്ക് ഇനി നമ്മൾ എടുക്കുന്ന ആൽഡിഹൈഡ് ഏതാണ്, ഫോർമാൽഡിഹൈഡ് അല്ല എങ്കിൽ മെത്തനാൽ.
അതാണ് നമ്മൾ എടുക്കുന്നത്. സി ഡബിൾ ബോണ്ട് ഒ എച്ച്. സോ ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് ഫോർമാൽഡിഹൈഡ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രോ നെഗറ്റീവാണ് ഓക്സിജൻ എന്ന് പറയുന്നത്. ഇലക്ട്രോ നെഗറ്റീവ് ആറ്റമാണ്. സോ ഇവിടുത്തെ ഇലക്ട്രോൺസിന് അത് എന്ത് ചെയ്യുന്നുണ്ട്? അങ്ങോട്ട് ഓക്സിജനിലോട്ട് ഷിഫ്റ്റ് ആവുന്നുണ്ട്. ഓക്സിജന് പാർഷ്യൽ നെഗറ്റീവ് ചാർജും അതുപോലെ തന്നെ കാർബൺ എന്ന് പറഞ്ഞാൽ പാർഷ്യൽ പോസിറ്റീവ് ചാർജും കിട്ടുന്നുണ്ട്. ഈ ഒരു പോസിറ്റീവായിട്ടുള്ള സെൻറ്ററിലേക്ക് നമ്മുടെ CH2- വന്ന് അറ്റാച്ച് ആവുകയാണ് ചെയ്യുന്നത്. സോ ഇങ്ങനെ നമുക്ക് എന്ത് പ്രോഡക്റ്റ് കിട്ടും? CH2 C ഡബിൾ ബോണ്ട് O H CHO- ആൻഡ് H. ഇത് മനസ്സിലായല്ലോ? ഇത്രയും പോർഷനാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ആൻഡ് ഇത്രയും പോർഷൻ ഏതാണ്? ഇതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ O- ആയിട്ടാണല്ലേ ഇരിക്കുന്നത്, അത് നമുക്ക് എന്തായിട്ട് മാറ്റണം? OH ആയിട്ട് മാറ്റണം. സോ ഇവിടെ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോഫൈലിൻ്റെ അഡീഷനാണ് നടക്കുന്നത്. ഈ ഒരു പൊസിഷനിൽ എന്താണ്? ഒരു അഡീഷൻ ഓഫ് ഇലക്ട്രോഫൈലാണ് നടക്കുന്നത്. സോ അതെന്ന് പറയുന്നത് തേർഡ് സ്റ്റെപ്പാണ്. നമുക്ക് എഴുതാം CHO- CH2 C ഡബിൾ ബോണ്ട് O H. ഇതിൻ്റെ കൂടെ നമുക്ക് ആരാണ് അഡീഷൻ ചെയ്യുന്നത്? വാട്ടറാണ് അഡീഷൻ ചെയ്യുന്നത്. സോ വാട്ടർ നമുക്ക് ഇങ്ങനെ H+OH- എന്ന് എഴുതാം. സോ ഈ H+ എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജിലോട്ട് അട്രാക്റ്റ് ചെയ്യുവാണ്. അങ്ങനെ എന്ത് ഫോം ചെയ്യുന്നുണ്ട്? നമുക്ക് COH CH2 C ഡബിൾ ബോണ്ട് O H. ഇതാണ് നമുക്കിവിടെ ഫോം ചെയ്തത്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്? ആൽഡോൾ ഫോം ചെയ്തു. ആൽഡോൾ ഫോം ചെയ്തല്ലോ. അതായത് എന്താണ്? നമ്മുടെ ബീറ്റാ ഹൈഡ്രോക്സി ആൽഡിഹൈഡ് ഫോം ചെയ്ത് കഴിഞ്ഞു. ഇനി ഫർദറായിട്ട് നമ്മളിതിന് എന്ത് ചെയ്യുവാണ്? ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ്? ഒരു മോളിക്യൂൾ ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്തു പോകുന്നു. ഇവിടെ ഉള്ള OHഉം അതുപോലെ തന്നെ ഇവിടെ ഉള്ള ഒരു ഹൈഡ്രജനും കൂടി എലിമിനേറ്റ് ചെയ്ത് പോയതിന് ശേഷം CH ഡബിൾ ബോണ്ട് CH C ഡബിൾ ബോണ്ട് O H. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. സോ ഇതിനെ നമ്മൾ എന്തെന്നാണ് പറഞ്ഞത്? അക്രോലിൻ എന്നാണ് ഈ കിട്ടിയ പ്രോഡക്റ്റിൻ്റെ പേര് പറയുന്നത്. അക്രോലിൻ. സോ ഇത്രയുമാണ് ഏതെന്ന് പറയുന്നത്? ക്രോസ് ആൽഡോൾ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. ആൽഡോൾ കണ്ടൻസേഷൻ നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുവാണെങ്കിൽ ക്രോസ് ആൽഡോൾ കണ്ടൻസേഷനും വളരെയധികം ഈസിയാണ്. കാരണം നമ്മൾ അവിടെ പറഞ്ഞ സെയിം മെക്കാനിസമാണ്. പക്ഷേ ഇവിടെ നമ്മൾ എന്തുവാണ്? രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള ആൽഡിഹൈഡ്സ് ആണ് എടുത്തിട്ടുള്ളതെന്നത് മാത്രമാണ് ഡിഫറൻസ്. ഇപ്പം നമ്മൾ ആൽഡോൾ കണ്ടൻസേഷൻ പറഞ്ഞപ്പോൾ അവിടെ എക്സാമ്പിളായിട്ട് നമ്മൾ 2 മോളിക്യൂൾസ് ഓഫ് എത്തനാൽ അല്ലെങ്കിൽ 2 മോളിക്യൂൾസ് ഓഫ് അസറ്റാൽഡിഹൈഡ് ആണല്ലേ അവിടെ നമ്മൾ എടുത്തത്. പക്ഷേ ക്രോസ് ആൽഡോൾ കണ്ടൻസേഷൻ എന്ന് പറയുന്നത് 2 ഡിഫറൻ്റ് ആയിട്ടുള്ള ആൽഡിഹൈഡ്സ് ആണ് നമ്മളിവിടെ എടുക്കുന്നത്. ഒരെണ്ണത്തിനെന്ന് പറയുന്നത് ആൽഫ ഹൈഡ്രജൻ എന്ന് പറയുന്ന ആബ്സെൻ്റ് ആണ്. ഒരെണ്ണത്തിന് മാത്രമാണ് ആൽഫ ഹൈഡ്രജൻ പ്രസൻ്റ് ആയിട്ടുള്ളത്. സോ ബാക്കി മെക്കാനിസം നമ്മുടെ ആൽഡോൾ കണ്ടൻസേഷൻ പോലെ തന്നെ സെയിം ആണ്. അറിയാമല്ലോ. ആദ്യം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എത്തനാൽ എടുത്തു. എത്തനാലെന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ എന്താണ്? ഇവിടെ ബോണ്ട് ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺസ് കാർബണിലോട്ട് ഷിഫ്റ്റ് ആവുകയും കാർബണിന് നെഗറ്റീവ് ചാർജും ഹൈഡ്രജന് പോസിറ്റീവ് ചാർജും കിട്ടുന്നുണ്ട്. ഈ ഒരു ഹൈഡ്രജന് വാട്ടറിലുള്ള OH- എന്ന് പറയുന്നത് വന്ന് അബ്സ്ട്രാക്ട് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഇവിടെ എന്ത് കിട്ടുന്നുണ്ട്? ഒരു ന്യൂക്ലിയോ ഫൈൽ കിട്ടുന്നുണ്ട്. ഈ ന്യൂക്ലിയോ ഫൈൽ എന്ന് പറയുന്നത് എന്ത് ചെയ്യുവാണ്? നമ്മുടെ റിയേജൻറ്റുമായിട്ട് വീണ്ടും അറ്റാക്ക് ചെയ്യുവാണ്. നമ്മൾ നെക്സ്റ്റ് എടുത്തിട്ടുള്ളത് ഏതാണ്? നമ്മുടെ ഫോർമാൽഡിഹൈഡ്, സെക്കൻഡ് ആയിട്ടുള്ള ആൽഡിഹൈഡാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ഓക്സിജൻ എന്ന് പറയുന്ന ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഓക്സിജനിലോട്ട് ഷിഫ്റ്റ് ആവുകയും ഓക്സിജന് നെഗറ്റീവ് ചാർജ് കിട്ടുന്നു, കാർബണിന് പോസിറ്റീവ് ചാർജ് കിട്ടുന്നു. ഈ ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള കാർബണിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ന്യൂക്ലിയോ ഫൈൽ എന്ന് പറയുന്നത് വന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടി. ഒരു ഇലക്ട്രോ ഫൈലിൻ്റെ അഡീഷനാണ് നടക്കുന്നത്. ഇലക്ട്രോ ഫൈലിൻ്റെ അഡീഷൻ നടന്നു. അതായത് H+ വന്നിട്ട് അവിടെ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് കിട്ടി? ഒരു ആൽഡോൾ കിട്ടി. ദെൻ ആ ഒരു ആൽഡോളിനെ നമ്മൾ ഫർദർ ഹീറ്റ് ചെയ്ത സമയത്ത് നമുക്ക് എന്താണ് കിട്ടിയ? ഒരു ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു ആൽഡിഹൈഡ് കിട്ടി. ഇതിൻ്റെ പേരാണ് നമ്മൾ അക്രോലിൻ എന്ന് പറഞ്ഞത്. സോ ദിസ് ഈസ് അവർ
ക്രോസ് ഡാൽഡോൾ കണ്ടൻസേഷൻ ഈസിയാണ്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ ഏത് വീഡിയോ ആണ് വേണ്ടത് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ആൻഡ് യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻസ് കിട്ടാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.